Hi, my name is Gayathri R Nath, pursue ACCA at Indian Institute of Commerce, Lakshya. ഒരു കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പം ഇവിടുത്തെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആണെന്ന് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ കോമേഴ്സ് തീരെ ബോറിംഗ് അല്ല, അല്ലെങ്കിൽ നമുക്ക് കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാലും ഒരു കോളേജ് ലൈഫിനോട് സിമിലർ ആയിട്ടുള്ളൊരു കാര്യം ഇവിടെയും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് ഇവിടെയും കിട്ടുന്നത് എനിക്ക് മനസ്സിലായത് ലക്ഷ്യയിൽ വന്നപ്പോൾ. എനിക്ക് പാടാൻ കഴിയുന്നത് ഞാൻ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. കാരണം സ്കൂളിൽ വെച്ച് ഫസ്റ്റ് ടൈം കവിത പാടാൻ പേര് ചോദിച്ചപ്പോൾ അവനെയാണ് എൻ്റെ ഫസ്റ്റ് മ്യൂസിക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. അതിന് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ അമ്മ, എൻ്റെ മുത്തശ്ശൻ, എൻ്റെ അമ്മയുടെ സിസ്റ്റർ. ഇവർ 3 പേരും നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ്. അപ്പം അത് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പ്രൊഫഷണലി ഞാൻ പാട്ട് പഠിക്കാത്ത ഒരാളാണ്. ലക്ഷ്യയിലാണെങ്കിലും പിള്ളേരുടെ ഇടയിലിരുന്ന് പാടുമ്പോഴും അതൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ട്. ഒരു പാട്ട് ട്രൈ ചെയ്തോ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞുതരും ഇങ്ങനെ. അപ്പം അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് ഒരു പാട്ടിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ട് അത് കറക്റ്റായിട്ട് പഠിച്ച് പാടുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിനെസ് കണ്ടെത്താറുണ്ട്. ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ പിള്ളേരുടെ മുന്നിൽ പാടുമ്പോഴോ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ എനർജി, എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് മ്യൂസിക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. कि जैसे तुझको बनाया गया है. 11th 12th ഞാൻ ആക്ച്വലി ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു സ്പെസിഫിക് സബ്ജക്റ്റിനോടൊരു താല്പര്യം ഇല്ലാണ്ട് എല്ലാവരും സയൻസ് എടുക്കുന്ന മാതിരി സയൻസ് എടുത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ 12th സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ 12th കഴിയാനായപ്പോൾ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റ് എൻ്റെ ഒരു ഓപ്ഷനല്ല, എനിക്ക് പറ്റിയൊരു സാധനമല്ലാതെ ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ കൊമേഴ്സ് ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഞാൻ CA എന്നുള്ളൊരു, അതുവരെ CA, ACCA അല്ലെങ്കിൽ പ്രൊഫഷണലി കൊമേഴ്സ് റിലേറ്റഡ് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ കാര്യങ്ങൾ അറിയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. കുറേ കൊമേഴ്സ് എന്നുള്ളൊരു ഇൻഡസ്ട്രിയിൽ തീരെ ഓപ്ഷൻസ് ഇല്ലാത്തൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞാൻ CA ആക്ച്വലി ഡ്രോപ്പ് ചെയ്ത സമയത്ത് പിന്നെ അടുത്തൊരു ഓപ്ഷനായിട്ട് ACCA ആണ് കാണുന്നത്. അപ്പോൾ ACCAക്ക് ഇനി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരും, ഏതാണ് നല്ലൊരു ഓപ്ഷൻ, ഏതാണ് ബെസ്റ്റ് കോച്ചിങ് തരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കുറേ അന്വേഷിച്ച് അതിന് കൂടുതൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും കൾച്ചറും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എത്തിപ്പെടുന്നതാണ് ലക്ഷ്യം. ഇവിടുത്തെ ഒരു കൾച്ചറും അല്ലെങ്കിൽ എന്താ പറയുക ഇവിടുത്തെ ഫാക്കൽറ്റീസും ആ കോച്ചിങ്ങും എല്ലാം ആണെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ കൊച്ചി. എനിക്ക് കൊച്ചിയിലായിരുന്നു കോച്ചിങ് എനിക്ക് ക്ലാസ്സസ് വേണ്ടിയിരുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ കൊച്ചി. പിന്നെ നമുക്ക് ഏത് ബ്രാഞ്ചിലോട്ടാണെങ്കിൽ കൂടുതൽ ആക്സസ്. നമ്മളിപ്പോൾ കൊച്ചിയിലാണെങ്കിൽ നമുക്കിപ്പോൾ കാലിക്കറ്റ് ആണെങ്കിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിക്കറ്റ് ക്ലാസ്, അങ്ങനെ ഏത് ബ്രാഞ്ചിലോട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ലക്ഷ്യം. എനിക്ക് ആ ഒരു ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ചിങ്ങും വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസുമാണ് ACCA ലക്ഷ്യയിൽ പഠിച്ചാൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറയുമ്പം കൂടുതൽ ഞാൻ മുന്നേ പഠിച്ച ക്യാമ്പസുകളിൽ നിന്ന് ഒന്നുകൂടി ഫ്രീ, അല്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് പ്രഷർ ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ളൊരു ക്യാമ്പസ് മാതിരി എനിക്കിവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലക്ഷ്യ എപ്പോഴും പിള്ളേരെ ഇങ്ങനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ലക്ഷ്യയുടെ ഒരു കൾച്ചർ തന്നെ അങ്ങനെയാണ്, കൂടുതൽ കൺട്രോളിങ് ആയിട്ടുള്ളൊരു കൾച്ചർ ഇവിടെ ഉണ്ട്. പിള്ളേർക്ക് ഒന്നുകൂടി ഫ്രീ ആയിട്ട് ഒന്നുകൂടി റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനും ഒന്നുകൂടി ഇൻട്രാക്ട് ചെയ്യാനും ഉള്ളൊരു വേദി ലക്ഷ്യം നമുക്ക് എപ്പോഴും തരുന്നുണ്ട്. പിന്നെ ലക്ഷ്യയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മെൻറ്ററിങ് സപ്പോർട്ടാണ്. നമുക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനാണെങ്കിലും മെൻറ്ററിങ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ലക്ഷ്യയിൽ നമുക്ക് ഓരോ പേപ്പേഴ്സിനും ഓരോ മെൻറ്റേഴ്സിനും നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഏത് നേരത്തെ ഏത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും, ഒരു പേപ്പർ റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ഏത് നേരത്താണെങ്കിലും അവരത് ക്ലിയർ ചെയ്ത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തരും ഏത് ഡൗട്ട്സ് ആണെങ്കിലും. അത് ആ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ മെൻറ്റേഴ്സ് എന്നുള്ളൊരു ഇത് ഞാൻ ലക്ഷ്യയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ അത് നമുക്ക് പിള്ളേർക്ക് പഠിക്കാനാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ. ഫാക്കൽറ്റീസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ലക്ഷ്യന്. നമുക്ക് ഏത് നേരത്തും ഹെൽപ്പ് ചോദിച്ച് ചെന്നാൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റിയുള്ള ഫാക്കൽറ്റീസാണ് ഇവിടുത്തെ. കോ കരിക്കുലറായിട്ട് നമ്മളെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പം വൺസ് ഇൻ എ ഇയർ ഒരു പരിപാടി മാത്രമല്ല നമുക്ക് കോ കരിക്കുലറായിട്ട് അല്ലെങ്കിൽ ആർട്സ് റിലേറ്റഡ് ഒരു പരിപാടി മാത്രമല്ല, ഇഷ്ടംപോലെ പരിപാടികൾ ഇവർ ഇടയ്ക്കിടയ്ക്ക്
കാന്താ ഞാനും വരാം തൃശൂർ പൂരം കാണാം.